ഇടുക്കി വണ്ടിപ്പെരിയാറിന് സമീപം അരണക്കല്ലിൽ കടുവയിറങ്ങി. തോട്ടം തൊഴിലാളിയുടെ പശുവിനെയും നായയെയും കടുവ കൊന്നു. നാരായണൻ എന്നയാളുടെ വളർത്തുമൃഗങ്ങളെയാണ് കൊന്നത്. ജോസിൽ സെബാസ്റ്റ്യൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജോസിൽ, കഴിഞ്ഞ ദിവസം ഈ പ്രദേശത്തിനോട് ചേർന്ന ഗ്രാമ്പിയിലായിരുന്നു കടുവയെ കണ്ടത്. ആ കടുവ തന്നെയാണ് ഇതെന്ന് സ്ഥിരീകരിക്കാനായിട്ടുണ്ടോ? ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം കടുവയെ കണ്ട ഗ്രാമ്പി എസ്റ്റേറ്റിനോട് ചേർന്നുള്ള AVTയുടെ ഉടമസ്ഥതയിലുള്ള എസ്റ്റേറ്റിലാണ് അരണക്കല്ല് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഈ കടുവയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കുന്നത്. ഈ തോട്ടം തൊഴിലാളിയായിട്ടുള്ള നാരായണൻ എന്ന് പറയുന്ന വ്യക്തിയുടെ പശുവിനെയും അതുപോലെ തന്നെ ബാലമുരുകൻ എന്ന് പറയുന്ന ആളുടെ നായയുമാണ് ഇപ്പോൾ കടുവ ആക്രമിച്ച് കൊന്നിരിക്കുന്നത്. ഏതായാലും ഈ തൊട്ടടുത്ത് തന്നെ ഏകദേശം 4 കിലോമീറ്റർ അപ്പുറത്താണ് ഇന്നലെ ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ക്യാമ്പ് ചെയ്ത ഗ്രാമ്പി. അവിടെ നിന്ന് ഏതായാലും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെല്ലാം സംഭവ സ്ഥലത്തേക്ക് നീങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കിട്ടിയിരിക്കുന്ന ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് പ്രദേശവാസികൾ തന്നെ പകർത്തിയിരിക്കുന്ന കടുവയുടെ ദൃശ്യങ്ങളാണ്. അത്തരത്തിൽ ഈ ഒരു ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി കഴിഞ്ഞ ദിവസങ്ങളിൽ കടുവ വളരെ അവശ നിലയിലാണ് എന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നതെങ്കിൽ പശുവിനെയും അതുപോലെ തന്നെ പട്ടിയെയും ഒക്കെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ പറ്റുന്ന രീതിയിലേക്ക് ഈ കടുവ ഉണ്ട് എന്നുള്ളത് വലിയ ആശങ്ക ഉണ്ടാക്കുന്നതാണ്. ജനങ്ങൾ തങ്ങളുടെ ആശങ്കകൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞതാണ്. ഇത്തരത്തിൽ എസ്റ്റേറ്റ് മേഖലയിൽ ഈ കടുവയുടെ സാന്നിധ്യം കുറെ നാളുകളായി ഉണ്ട്. കഴിഞ്ഞ 3-ാം തീയതിയാണ് നാട്ടുകാർ ആദ്യം ഈ കടുവയെ കണ്ടത്. അപ്പോൾ അതിനുശേഷം കടുവയെ കണ്ട് 10-ാം തീയതിയോടുകൂടി കടുവയുടെ വിഷ്വൽ ഇത്തരത്തിൽ ദൃശ്യങ്ങൾ എടുത്ത് ഈ പ്രദേശവാസികൾ തന്നെയാണ്, ഈ ഗ്രാമീണ മേഖലയിലെ പ്രദേശവാസികളാണ് മൊബൈലിൽ പകർത്തി അറിയിക്കുക. അതിനെ തുടർന്നാണ് വ്യാപകമായ തെരച്ചിൽ നടത്തിയത്. പിന്നീട് കൂട് സ്ഥാപിച്ചു. ആ കൂട്ടിലും വീഴാത്ത സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം മയക്കുവെടി വെക്കാൻ തീരുമാനിച്ചിരുന്നു. പക്ഷെ മയക്കുവെടി വെക്കാൻ സാധിച്ചില്ല. എന്നാൽ ഇന്നലെ മയക്കുവെടി വെക്കാൻ തീരുമാനിച്ച് വ്യാപകമായ തെരച്ചിൽ നടത്തിയെങ്കിലും കടുവ ഇന്നലെ മുഴുവൻ പല സംഘങ്ങളായി വനം വകുപ്പിന്റെ ടീമുകൾ തിരിഞ്ഞ് തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. ഇന്ന് ഇപ്പോൾ രാത്രിയിൽ ഈ നാട്ടിലിറങ്ങി അരണക്കല്ല് എന്ന് പറയുന്ന സ്ഥലത്ത്, അതായത് നേരത്തെ കണ്ടു എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം 4 കിലോമീറ്റർ അപ്പുറത്തുള്ള അരണക്കല്ലിൽ ഈ കടുവയെ കാണുകയും ആ കടുവ തന്നെയാണ് എന്നുള്ളത് ഉറപ്പിക്കേണ്ടതുണ്ട്. പക്ഷേ ഈ പ്രദേശത്തിറങ്ങുന്ന ഈ കടുവ ഇതാകാനാണ് സാധ്യത. ഏതായാലും പ്രദേശത്തിറങ്ങി ഇപ്പോൾ ഒരു പശുവിനെയും ഒരു നായയെയും കൊന്നിരിക്കുകയാണ്. കടുവയുടെ സാന്നിധ്യം അവിടെ ഉറപ്പിച്ചിരിക്കുകയാണ്. ആര്യ, തീർച്ചയായും ജോസിൽ, ജനവാസ മേഖലയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. തുടക്കത്തിൽ ഈ ഗ്രാമ്പിയിലെ കടുവയെ പിടിക്കാൻ ജനങ്ങളുടെ അല്ലെങ്കിൽ പ്രദേശവാസികളുടെ പൂർണ്ണ പിന്തുണ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നലെ കഴിഞ്ഞ ദിവസം അത് സാധിക്കാത്ത പക്ഷം ഈ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് നേരിയ തോതിലുള്ള പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും ഈ ജനവാസ മേഖലയിൽ തന്നെയാണ് വീണ്ടും കടുവയുടെ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. നിലവിൽ ഈ പ്രദേശവാസികളുടെയൊക്കെ പ്രതികരണങ്ങൾ ഏത് തരത്തിലാണ്? തീർച്ചയായും ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ശക്തമായ പ്രതിഷേധം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഇത് കുറെ ദിവസങ്ങളായി, കഴിഞ്ഞ 3-ാം തീയതി ഈ കടുവയെ ആദ്യം ആളുകൾ കാണുകയും അതിനുശേഷം ആ സമയം മുതൽ ജനങ്ങൾ പ്രതിഷേധം ഉയർത്തുന്നതാണ്. പക്ഷേ വനം വകുപ്പ് നടപടിയുമായി എത്തിയപ്പോൾ എല്ലാവിധ സഹകരണങ്ങളുമായി നാട്ടിലെ ജനങ്ങൾ ഉണ്ടായിരുന്നു. ഈ കൂട് സ്ഥാപിക്കുന്നതിനടക്കം നാട്ടിലെ ജനങ്ങൾ കൂടി ചേരുകയും അതുപോലെ തന്നെ വനം വകുപ്പിന്റെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് ജനങ്ങൾ മുമ്പോട്ട് പോകുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിന്റെ കടുവയെ വെടിവെക്കാൻ പറ്റിയില്ല എന്നുള്ളത് കണ്ടിട്ടും അതിന് വെടിവെക്കാൻ വൈകി, അത് അന്ന് സാധിച്ചില്ല എന്നുള്ള ഒരു ആക്ഷേപമാണ് നാട്ടുകാർ ഉയർത്തിയത്. പക്ഷേ വനം വകുപ്പ് അതിനൊരു വിശദീകരണം നൽകുന്നത് കടുവ ആ ഒരു ദിവസം മുഴുവൻ കിടന്നതിൽ നിന്ന് എഴുന്നേറ്റിട്ടില്ല. ഈ കിടന്ന കിടപ്പിൽ കടുവയെ വെടിവെക്കുന്നത് സാധ്യമല്ല. അതുമാത്രമല്ല, ഒരു കടുവ ഒരു വന്യമൃഗമായതുകൊണ്ട് ഒരുപക്ഷെ സിംഹത്തെക്കാൾ ആരോഗ്യമുള്ള ഒരു വന്യമൃഗമാണ് കടുവ. എത്ര അവശ നിലയിലാണ് എന്ന് പറഞ്ഞാലും അതിന് അക്രമശേഷിയൊക്കെ വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ തൊട്ടടുത്ത് പോയൊന്നും വെടിവെക്കാൻ, ആനയെ വെടിവെക്കുന്ന പോലെ ഒന്നും സാധിക്കില്ല ഈ കടുവയെ വെടിവെക്കാൻ. അതുകൊണ്ട് തന്നെ ഈ ഒരു കടുവ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് അന്ന് വെടിവെക്കാൻ പറ്റാതിരുന്നത് എന്നുള്ളതാണ് വനം വകുപ്പ് വിശദീകരണം നൽകുന്നത്. പക്ഷേ ഇന്നലെ രാവിലെ തൊട്ട് അതിനുള്ള എല്ലാ സംവിധാനവും എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് അടക്കം അവിടെ സംഭവ സ്ഥലത്ത് എത്തിയിരുന്നു. അതുപോലെ തന്നെ പോലീസ് സംവിധാനങ്ങൾ, ആംബുലൻസ്,
കടുവയെ മാറ്റാനുള്ള കൂട് അടക്കമുള്ള എല്ലാ സജ്ജീകരണങ്ങളും അവിടെ എത്തിച്ചുവെങ്കിലും കടുവയെ രാവിലെ മുതൽ ഡ്രോൺ നിരീക്ഷണത്തിൽ കണ്ടെത്താൻ പറ്റിയില്ല. അതിനുശേഷം സ്നിഫർ ഡോഗിനെ അടക്കം കൊണ്ടുവന്ന് പരിശോധന നടത്തിയെങ്കിലും പക്ഷേ ഈ ഡോഗ് ഓടിയത് ഈ അരണക്കല്ല് ഭാഗത്തേക്കാണ്. അത് കൃത്യമായി അപ്പോൾ ഈ കടുവ പോയ വഴിക്ക് തന്നെയാണ് ഈ ട്രാക്കർ ഡോഗ് ഓടിയത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഏതായാലും വനം വകുപ്പ് ഉദ്യോഗസ്ഥരും അവർക്ക് പറ്റുന്ന രീതിയിലുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ട്. പക്ഷേ ജനങ്ങൾ ആശങ്കയിലാണ്. അതനുസരിച്ചുള്ള ചില പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നത് സ്വാഭാവികവുമാണ്. ആര്യ, ശരി, വിവരങ്ങൾ നൽകുകയായിരുന്നു ജോസൽ സെബാസ്റ്റ്യൻ.